കർക്കിടക മാസം തുടങ്ങി നാലമ്പല ദർശനവും തുടങ്ങി. അതിൽപ്പെടുന്നതാണ് എറണാകുളം ജില്ലയിലെ പ്രശസ്തമായ നാലമ്പല ക്ഷേത്രങ്ങളിൽ ഒന്നായ മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രവും. ശ്രീരാമസ്വാമിയുടെ അനുജനും ധർമ്മനിഷ്ഠയുടെ പ്രതീകവുമായ ശ്രീ ഭരതസ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. രാമായണ പ്രകാരം ശ്രീരാമസ്വാമി വനവാസത്തിലായിരുന്ന കാലത്ത് രാജ്യം ഏറ്റെടുക്കാൻ വിസമ്മതിച്ച ഭരതസ്വാമി ശ്രീരാമന്റെ പാദുകങ്ങൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് അവയെ രാജാവായി കണ്ട് അയോധ്യ ഭരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. സഹോദര സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ധർമ്മനിഷ്ഠയുടെയും ഉത്തമ മാതൃകയാണ് ഭരതസ്വാമി. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനത്തിന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തരാണ് ദിവസവും ഇവിടെ എത്തിച്ചേരുന്നത്. സഹോദര സ്നേഹവും കുടുംബത്തിലെ ഐക്യവും ജീവിതത്തിലെ ധാർമ്മിക മൂല്യങ്ങളും ഓർമ്മപ്പെടുത്തുന്ന ഒരു പുണ്യസ്ഥലമാണ് മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രം. നാലമ്പല ദർശനത്തിൽ രണ്ടാമത്തെ ക്ഷേത്രമാണ് ഭരതപ്പള്ളി ക്ഷേത്രം. ഭരതസ്വാമി കൂടാതെ ഉപപ്രതിഷ്ഠകളായിട്ട് ശിവൻ, ഗണപതി, ഹനുമാൻ, ഭദ്രകാളി, ലക്ഷ്മണസ്വാമി, അയ്യപ്പൻ, ദുർഗാദേവി, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ തുടങ്ങിയവരുണ്ട്. എറണാകുളം ജില്ലയിലെ നാലമ്പല ക്ഷേത്രങ്ങളിൽ ഒന്നായ മേമുറി ക്ഷേത്രം കൂടാതെ മാമലശ്ശേരി ശ്രീരാമക്ഷേത്രവും മൂളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രവും നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രവുമുണ്ട്. സാധാരണയായി നാലമ്പല ദർശനം നടത്തുന്നത് ആദ്യം നമ്മൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തൊഴുത് തുടർന്ന് ഭരതസ്വാമി ക്ഷേത്രത്തിലും ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും തൊഴുത് അവസാനം നമ്മൾ ആദ്യം തൊഴുത ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വന്ന് തൊഴണമെന്നാണ് വിശ്വാസം. കർക്കിടക മാസത്തിൽ നടത്തപ്പെടുന്ന രണ്ട് പ്രധാന വഴിപാടുകളാണ് മെതിയടി സമർപ്പണവും സ്വർണ്ണ സേവയും. മെതിയടി ഭക്തർക്ക് നേരിട്ട് ഭഗവാന്റെ മുൻപിൽ സമർപ്പിക്കാൻ സാധിക്കും. അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മായ ചേച്ചി നമുക്ക് നേരിട്ട് പറഞ്ഞു തരും. നമുക്ക് ഭരതക്ഷേത്രത്തില് മെതിയടി കാര്യസിദ്ധിക്കാണ് വഴിപാട്. കാര്യസിദ്ധിക്ക് മെതിയടി, പിന്നെ ഔഷധസേവ നമുക്ക് ആരോഗ്യത്തിന്റെ ഇതിനു വേണ്ടി 1 വർഷത്തെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഔഷധം കഴിക്കുന്നത്.